അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 12. ഇക്കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കുവാനായി പിടികൂടി. അയാൾ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾകൊണ്ട് കൊന്നു. അത് യഹൂദരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ അയാൾ പത്രോസിനെയും ബന്ധനത്തിലാക്കുവാൻ ഒരുമ്പെട്ടു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ ഇത് സംഭവിച്ചു. അയാൾ അദ്ദേഹത്തെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി 4 പടയാളികൾ വീതമുള്ള 4 കൂട്ടങ്ങളുടെ കാവലിലാക്കി. പെസഹായ്ക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്ന് പരസ്യമായി വിസ്തരിക്കണമെന്നായിരുന്നു ഹെരോദാവിന്റെ ഉദ്ദേശം. പത്രോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ സഭ അദ്ദേഹത്തിനു വേണ്ടി ജാഗ്രതയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹെരോദാവ് അദ്ദേഹത്തെ വിസ്താരത്തിനായി കൊണ്ടുവരാനിരുന്നതിന്റെ തലേ രാത്രി പത്രോസ് 2 പടയാളികളുടെ നടുവിൽ 2 ചങ്ങലകളാൽ ബന്ധിതനായി കിടന്നുറങ്ങുകയായിരുന്നു. കാവൽക്കാർ കാരാഗ്രഹത്തിന്റെ വാതിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. കാരാഗ്രഹത്തിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തി. വേഗം എഴുന്നേൽക്കൂ. ദൂതൻ പറഞ്ഞു. പത്രോസിന്റെ കൈകളിൽ നിന്നും ചങ്ങലകൾ താഴെ വീണു. ദൂതൻ പത്രോസിനോട്, നിന്റെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്തു. പുതപ്പ് പുതച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. ദൂതൻ പറഞ്ഞു. പത്രോസ് ദൂതന്റെ പുറകെ നടന്ന് കാരാഗ്രഹത്തിന് പുറത്തു വന്നു. എന്നാൽ ദൂതൻ മുഖേന സംഭവിച്ചത് യഥാർത്ഥമാണെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. താനൊരു ദർശനം കാണുകയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അവർ 1-ാം കാവലും 2-ാം കാവലും കടന്ന് നഗരത്തിലേക്ക് നയിക്കുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അതവർക്കായി തനിയെ തുറന്നു. അവർ അതിലൂടെ പുറത്തു വന്ന് ഒരു തെരുവ് കടന്നയുടൻ ദൂതൻ പെട്ടെന്ന് അദ്ദേഹത്തെ വിട്ടുപോയി. അപ്പോൾ പത്രോസിന് സുബോധം കൈവന്നു. കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ പിടിയിൽ നിന്നും യഹൂദ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എല്ലാറ്റിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ നിശ്ചയമായി അറിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ബോധ്യമായ ശേഷം അദ്ദേഹം മർക്കോസ് എന്നും പേരുള്ള യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ വളരെ പേർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രോസ് പുറത്തെ വാതിക്കൽ മുട്ടി. അപ്പോൾ രോദ എന്നു പേരുള്ള ഒരു വേലക്കാരി പെൺകുട്ടി വിളി കേൾപ്പാൻ വാതിക്കൽ വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ സന്തോഷാധിക്യത്താൽ കതക് തുറക്കാതെ തിരികെ ഓടിച്ചെന്ന്, പത്രോസ് അതാ വാതിൽക്ക് നിൽക്കുന്നു എന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു. നിനക്ക് ഭ്രാന്താണ്. അവർ അവളോട് പറഞ്ഞു. അല്ല, അതങ്ങനെ തന്നെ എന്നവർ പറഞ്ഞു. പത്രോസ് വാതിക്കൽ പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നു. കതക് തുറന്നപ്പോൾ അവർ അദ്ദേഹത്തെ കണ്ട് വിസ്മയഭരിതരായി. നിശബ്ദരായിരിക്കാൻ ആംഗ്യം കാട്ടിക്കൊണ്ട് പത്രോസ് അവരോട് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വിവരിച്ചു കേൾപ്പിച്ചു. യാക്കോബിനെയും സഹോദരന്മാരെയും ഈ കാര്യം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് പോയി. പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കും എന്നതിനെക്കുറിച്ച് പടയാളികൾക്കിടയിൽ വലിയ പരിഭ്രമമുണ്ടായി. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയിട്ടും കാണാഞ്ഞതിനാൽ ഹെരോദാവ് കാവൽക്കാരെ വിസ്തരിക്കുകയും അവരെ വധിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. അനന്തരം ഹെരോദാവ് യഹൂദ്യയിൽ നിന്നും കൈസരിയിലെത്തി. കുറെ കാലം അവിടെ പാർത്തു. അയാൾ സോരിലെയും സീദോനിലെയും ജനങ്ങളോട് കോപിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്ത് അവർ ഒത്തുകൂടി അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം അന്വേഷിച്ചു. അവർ ഭക്ഷണ സാധനങ്ങൾക്കായി രാജാവിന്റെ ദേശത്തെ ആശ്രയിച്ചിരുന്നതുകൊണ്ട് രാജാവിന്റെ വിശ്വസ്ത സേവകരിൽ ഒരുവനായ ബ്ലസ്തോസിന്റെ സഹായത്തോടെ സമാധാനത്തിനായി അപേക്ഷിച്ചു. നിശ്ചിത ദിവസം ഹെരോദാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് പ്രസംഗിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമത്രേ. ജനം ആർത്തു വിളിച്ചു. ഹെരോദാവ് ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നതുകൊണ്ട്
ഒരു ദൂതൻ തൽക്ഷണം അയാളെ അടിച്ചു വീഴ്ത്തി. അയാൾ കൃമികൾക്കിരയായി മരണമടഞ്ഞു. എന്നാൽ ദൈവവചനം വളർന്നു വ്യാപിച്ചുകൊണ്ടിരുന്നു. ബർന്നബാസും ശൗലും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മർക്കോസ് എന്നും പേരുള്ള യോഹന്നാനെയും കൂട്ടി യെരുശലേമിൽ നിന്നും മടങ്ങിപ്പോന്നു.